الحمد لله نحمده ونستعينه ونستغفره ونصلي ونسلم على رسوله الكريم أما بعد. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജബ്ബാർ മാഷിന്റെ സൂറത്ത് തൗബയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള മറുപടിയാണല്ലോ കഴിഞ്ഞ 3 വീഡിയോകളിലായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങൾ ഇതുവരെ കാണാത്തവർക്കായി 3 വീഡിയോകളുടെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിന്റെ ഒരു പൂർണ്ണതക്കായി ആ വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക. ജബ്ബാർ മാഷ് അദ്ദേഹത്തിന്റെ ആദ്യ വീഡിയോയിൽ പ്രധാനമായും 5 വിഷയങ്ങളാണ് എടുത്തു പറഞ്ഞിരുന്നത്. അതിൽ 4ാമത്തെ വിഷയമായിരുന്നു തബൂക്ക് യാത്ര. മാഷ വീഡിയോയിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം തബൂക്ക് യാത്ര എന്നത് പ്രവാചകൻ കേവലം സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി നടത്തിയ ഒരു ആക്രമണമായിരുന്നു എന്നതാണ്. ഒരു കൊള്ളസംഘം യാത്ര പോകുമ്പോൾ എന്തൊക്കെയാണ് നോക്കുക? സമ്പന്നമായ പ്രദേശങ്ങൾ, എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്ന പ്രദേശങ്ങൾ അല്ലേ? പക്ഷെ തബൂക്ക് യാത്രയുടെ സാഹചര്യങ്ങൾ അതിന് നേരെ വിപരീതമായിരുന്നു. ക്രിസ്തുവർഷം 630 അഥവാ ഹിജ്റ 9ാം വർഷത്തിലാണ് തബൂക്ക് സൈനിക നീക്കം നടക്കുന്നത്. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് ഏകദേശം 700 കിലോമീറ്ററിലധികം ദൂരം വരും. മരുഭൂമിയിലും ഒട്ടകങ്ങളിലും കുതിരകളിലും ദിവസങ്ങളോളം സഞ്ചരിക്കേണ്ട യാത്ര. എന്തിനായിരുന്നു ഇങ്ങനൊരു യാത്ര? മദീനക്ക് നേരെ വരാനിരുന്ന ഒരു വലിയ വിദേശ അധിനിവേശത്തെ അവർ മദീനയുടെ അതിർത്തിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടന്നത്. അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു റോമൻ അഥവാ ബൈസന്റൈൻ സാമ്രാജ്യം. എങ്ങനെയാണ് ഈ റോമൻ പടനീക്കത്തെ കുറിച്ച് മദീനക്കാർ അറിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അക്കാലത്ത് സിറിയയിൽ ഷാമിൽ നിന്നും എണ്ണയും മറ്റും സാധനങ്ങളുമായി മദീനയിൽ കച്ചവടത്തിനായി വരാറുണ്ടായിരുന്ന നബുത്തി കച്ചവടക്കാരുണ്ടായിരുന്നു. അവരാണ് ഈ ഞെട്ടിക്കുന്ന രഹസ്യവിവരം മദീനയിൽ എത്തിക്കുന്നത്. അവർ നൽകിയ വിവരം ഇതായിരുന്നു: അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവറായ സാക്ഷാൽ പേർഷ്യൻ സാമ്രാജ്യത്തെ വരെ തകർത്തു തരിപ്പണമാക്കിയ റോമൻ സാമ്രാജ്യം മദീനയെ ആക്രമിക്കാൻ വരുന്നു. റോമൻ ചക്രവർത്തിയായ ഹെറാക്ലിയസ് 40,000 പേരടങ്ങുന്ന ഒരു കൂറ്റൻ സൈന്യത്തെ അതിർത്തിയിൽ സജ്ജമാക്കിയിരിക്കുന്നു. അവർക്ക് പിന്തുണയായി ഗസ്സാൻ, ലഖ്മ് തുടങ്ങിയ ശക്തരായ അറബി ഗോത്രങ്ങളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. മദീന എന്ന കൊച്ചു രാഷ്ട്രത്തെ വേരോടെ പിഴുതെറിയാൻ ആ സൈനികർക്ക് 1 വർഷത്തെ ശമ്പളം മുൻകൂറായി നൽകിയാണ് ചക്രവർത്തി അവരെ തമ്പടിപ്പിച്ചിരിക്കുന്നത്. ഈ ഭീഷണി അന്ന് മദീനയിൽ എത്രത്തോളം ചർച്ചയായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഉമർ റളിയല്ലാഹു വിവരിക്കുന്ന ഒരു സംഭവം അതിൽ കാണാം. ഉമർ റളിയല്ലാഹു പറയുന്നു, മദീനയെ ആക്രമിക്കാൻ വേണ്ടി ഗസ്സാനികൾ, റോമൻ സഖ്യകക്ഷികൾ തങ്ങളുടെ കുതിരകളെ സജ്ജമാക്കുന്നു എന്നൊരു സംസാരം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഒരു ദിവസം രാത്രി ഉമർ റളിയല്ലാഹുവിന്റെ അയൽക്കാരനായ അൻസാരി വന്ന് വാതിലിൽ ശക്തമായി മുട്ടി. എന്താണ് സംഭവം എന്നറിയാതെ പരിഭ്രാന്തിയോടെ ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്തു പറ്റി? ഗസ്സാനികൾ വന്നോ? അതായത് റോമക്കാർ വന്നോ? ഇവിടെയാണ് ജബ്ബാർ മാഷ് ഉൾപ്പെടെയുള്ള വിമർശകരോട് ഞാൻ വളരെ ലോജിക്കായ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സിറിയയിൽ നിന്നും വന്ന ഈ കച്ചവടക്കാർ വഴി ഇത്രയും ഭയാനകമായ ഒരു വിവരം അറിഞ്ഞതിന് ശേഷമാണ് പ്രവാചകനും സൈന്യവും മദീനയിൽ നിന്നും പുറപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 18 പേർക്ക് ഒരു ഒട്ടകം എന്ന നിലയിൽ സ്വന്തമായി ആയുധങ്ങളോ കുടിക്കാൻ ആവശ്യമായ ഭക്ഷണമോ ഇല്ലാതെ പട്ടിണി കിടന്നുകൊണ്ട് 30,000 വരുന്ന ഒരു സാധാരണ ജനത കൊള്ളയടിക്കാൻ വേണ്ടി ഒരു വിദേശ രാജ്യത്തേക്ക് പോകുമോ? അതും അത്യാധുനിക ആയുധങ്ങളുമായി യുദ്ധത്തിന് സജ്ജമായി നിൽക്കുന്ന 40,000 വരുന്ന ഒരു കൂറ്റൻ റോമൻ സൈന്യത്തെ കൊള്ളയടിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും കഴിയുമോ? അവർ പോയത് കൊള്ളയടിക്കാനല്ല സുഹൃത്തുക്കളെ, മറിച്ച് ആ 40,000 വരുന്ന സാമ്രാജ്യത്തെ സൈന്യം തങ്ങളുടെ കൊച്ചുനാടായ മദീനയിലേക്ക് കടന്നു വന്നാൽ സ്വന്തം രാജ്യവും അവിടെയുള്ള സ്ത്രീകളും കുട്ടികളുമെല്ലാം ഇല്ലാതാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശത്രുക്കളെ അതിർത്തിയിൽ വെച്ച് തന്നെ പ്രതിരോധിക്കാൻ പോയതാണ് ആ സൈന്യം. അല്ലാതെ മാഷ് പറയുന്നത് പോലെ കൊള്ളയടിക്കാനല്ല. പിന്നെ ജബ്ബാർ മാഷിന്റെ മറ്റൊരു വാദം, തബൂക്കിൽ തമ്പടിച്ച മുസ്ലിം സൈന്യം അവിടെയുള്ള പ്രാദേശിക ഗോത്രങ്ങളെ ആക്രമിച്ച് കൊള്ളയടിച്ചു എന്നാണ്. ചരിത്രത്തിൽ എത്ര വിദഗ്ധമായാണ് അദ്ദേഹം വളച്ചൊടിക്കുന്നത് എന്ന് നോക്കുക.
എന്താണ് യാഥാർത്ഥ്യം? മുസ്ലിം സൈന്യം അവിടെ എത്തിയതറിഞ്ഞ് റോമൻ സൈന്യം പിന്മാറി. ശത്രുക്കൾ ഇല്ലാത്തതിനാൽ യുദ്ധം നടന്നില്ല. തുടർന്ന് ഏകദേശം 20 ദിവസത്തോളം പ്രവാചകനും സൈന്യവും തബൂക്കിൽ തങ്ങി. ഈ സമയത്ത് മാഷ് പറയുന്നത് പോലെ അവിടെയുള്ള ഗോത്രങ്ങൾ ആക്രമിക്കുകയോ കൊള്ളയടിക്കുകയോ അല്ല പ്രവാചകൻ ചെയ്തത്, മറിച്ച് ചരിത്രപ്രധാനമായ ചില സമാധാന കരാറുകൾ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. ആ പ്രദേശങ്ങളുണ്ടായിരുന്നത് പ്രധാനമായും ക്രിസ്ത്യൻ ജൂത വിഭാഗങ്ങളായിരുന്നു. ആയിലയിലെ ക്രിസ്ത്യൻ ഭരണാധികാരിയായ യൂഹന്ന ബിൻ റോബ, ജർബ, അദ്രുഹ്, മക്ന തുടങ്ങിയ പ്രദേശങ്ങളിലെ നിവാസികൾ, ഇവരെയൊക്കെ ആക്രമിച്ച് കീഴടക്കുന്നതിന് പകരം പ്രവാചകൻ അവരുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കി. എന്തായിരുന്നു ആ സമാധാനക്കാർ എന്നറിയാമോ? ആരെയും ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചില്ല. അവർക്ക് അവരുടെ മതവിശ്വാസത്തിൽ തുടരാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ സംരക്ഷണ നികുതി ജിസ്യ നൽകിക്കൊണ്ട് സമാധാനപരമായി ജീവിക്കാമെന്നും പകരം അവരുടെ ജീവനും സ്വത്തിനും കച്ചവടത്തിനും പ്രവാചകൻ പൂർണ്ണ സംരക്ഷണം ഉറപ്പു നൽകുകയും ചെയ്തു. ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. 30,000 പേരുള്ള ആയുധധാരികളായ ഒരു കൂറ്റൻ സൈന്യത്തിന് ഈ ചെറിയ പ്രാദേശിക ഗോത്രങ്ങളെ ആക്രമിച്ച് കൊള്ളയടിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടായിരുന്നോ? യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ മാഷ് പറയുന്നത് പോലെ കൊള്ളയടിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ പ്രവാചകൻ എന്തിനാണ് അവരുമായി സമാധാന കരാർ ഒപ്പുവെക്കുന്നത്? അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാമെന്ന് എന്തിനാണ് രേഖാമൂലം ഉറപ്പു നൽകുന്നത്? മറുപടി വളരെ വ്യക്തമാണ്. കൊള്ളയടിക്കാൻ പോയ ഒരു അക്രമി സംഘമായിരുന്നില്ല അത്. തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ പോയ ഒരു പ്രതിരോധ സൈന്യമായിരുന്നു. റോമക്കാർക്ക് ഭാവിയിൽ മദീനയെ ആക്രമിക്കാൻ ഈ പ്രാദേശിക ഗോത്രങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയില്ലാതാക്കാനും ആ പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്താനുമുള്ള അതിഗംഭീരമായ ഒരു നയതന്ത്ര വിജയമായിരുന്നു തബൂക്കിൽ നടന്നത്. അതല്ലാതെ അവിടെ ആരുടെയും ഒരു സ്വത്തും കൊള്ളയടിച്ചിട്ടില്ല. പിന്നെ ജബ്ബാർ മാഷിന്റെ മറ്റൊരു വിചിത്രമായ വാദം അൻസാറുകളായ മദീനക്കാരിൽ അധികം പേരും യുദ്ധത്തിന് പോകാൻ തയ്യാറായില്ല എന്നാണ്. രണ്ടാമത്തത് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് പ്രവാചകൻ സ്വന്തക്കാരെ പുലഭ്യം പറഞ്ഞു എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചരിത്രത്തെക്കുറിച്ച് സാമാന്യ ബോധമുള്ളവർക്ക് ചിരിയാണ് വരിക. നമുക്കിതിലെ ആദ്യത്തെ വാദം പരിശോധിക്കാം. സ്വന്തം അലസത കാരണം ഈ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ യഥാർത്ഥ വിശ്വാസികൾ വെറും വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരുന്നു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മുറാറ റളിയല്ലാഹു അൻഹു, ഹിലാൽ റളിയല്ലാഹു അൻഹു, അബൂ ലുബാബ റളിയല്ലാഹു അൻഹു എന്നിവരെ പോലുള്ള കേവലം 4 or 5 പേര് മാത്രം. അവർ കപടവിശ്വാസികളെ പോലെ കള്ളം പറഞ്ഞ് ന്യായീകരിക്കാൻ നിന്നില്ല, മറിച്ച് തങ്ങളുടെ തെറ്റ് പ്രവാചകനോട് തുറന്നു സമ്മതിച്ചു. പ്രവാചകൻ അവരെ പുലഭ്യം പറഞ്ഞില്ല, പകരം അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് വരെ അവരോട് ആരും സംസാരിക്കരുതെന്ന് വളരെ സമാധാനപരമായ ഒരു അച്ചടക്ക നടപടി മാത്രമാണ് എടുത്തത്. മാഷ് പറയുന്ന അൻസാറുകൾ യുദ്ധത്തിന് പോയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ 30,000 പേർ അടങ്ങുന്ന സൈന്യം എവിടെ നിന്നാണ് വന്നത്? ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതാണോ? മദീനക്കാരായ അൻസാറുകളും മുഹാജിറുകളും അടങ്ങുന്നതായിരുന്നു ആ 30,000 സൈനികർ. അപ്പോൾ വിരലിലെണ്ണാവുന്ന ഈ ചിലരെ മാറ്റി നിർത്തിയാൽ ബാക്കി പോകാതിരുന്നവരൊക്കെ ആരാണ്? അൻസാറുകൾ യുദ്ധത്തിന് പോയില്ല എന്ന് മാഷ് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് നോക്കുക. സൂറത്ത് അത്തൂബിലെ 117-ാം വചനം അള്ളാഹു ഇറക്കുന്നത് തന്നെ ആ അൻസാറുകളെയും മുഹാജിറുകളെയും പ്രശംസിച്ചുകൊണ്ടാണ്. ഞെരുക്കത്തിന്റെ ഘട്ടത്തിൽ പ്രവാചകനെ പിന്തുടർന്ന് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അൻസാറുകൾ പോയിട്ടില്ല എന്ന് മാഷിന്റെ മാത്രം കണ്ടുപിടുത്തമാണ്. ഇനി ആരാണ് പോകാതിരുന്നത്? മദീനയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ വിഭാഗം കപടവിശ്വാസികൾ മാത്രമാണ് കള്ളങ്ങൾ പറഞ്ഞ് യുദ്ധത്തിന് പോകാതെ മാറി നിന്നത്. ആ കപടവിശ്വാസികളെ മാഷ് മദീനക്കാരായ അൻസാറുകൾ എന്ന് വിളിച്ച് ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ വാദമായ പുലഭ്യം പറഞ്ഞു എന്നതിലേക്ക് കടക്കുന്നു. തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സ്വന്തക്കാരെ പുലഭ്യം പറഞ്ഞു എന്ന് എന്തടിസ്ഥാനത്തിലാണ് മാഷി പറയുന്നത്? മദീന എന്ന രാജ്യം ഒരു വിദേശ അധിനിവേശം നേരിടാൻ പോകുമ്പോൾ ജീവൻ പണയം വെച്ചുപോയ സൈനികർക്കൊപ്പം ചേരാതെ ശത്രുക്കൾക്ക് അനുകൂലമായി നിലകൊള്ളുകയും രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആ കപടവിശ്വാസികളെ നമ്മൾ എന്താണ് വിളിക്കുക? ഇന്നത്തെ ലോകത്ത് അതിന് പറയുന്ന പേര് രാജ്യദ്രോഹം എന്നാണ്.
ഈ രാജ്യദ്രോഹികളെയും അവരുടെ കാപഢ്യങ്ങളെയും സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന, അവർക്ക് അതിശക്തമായ താക്കീത് നൽകുന്ന വചനങ്ങളാണ് സൂറത്ത് തൗബയിൽ ഉള്ളത്. രാജ്യദ്രോഹം ചെയ്തവരെ താക്കീത് ചെയ്യുന്നതിനെ പുലഭ്യം പറയൽ എന്നാണ് വിളിക്കുന്നത്. അതിനാൽ സൂറത്ത് തൗബയെ മനസ്സിലാക്കണമെങ്കിൽ അധ്യായം അവതരിക്കപ്പെട്ട ചരിത്ര സാഹചര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു വാചകം മാത്രം എടുത്ത് വിധി പറയുന്നതും ചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രം നോക്കി നിഗമനത്തിലെത്തുന്നതും സത്യാന്വേഷണത്തിന്റെ രീതിയല്ല. ചരിത്രം സത്യസന്ധമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെ ഞാൻ അവതരിപ്പിച്ച ഈ 4 വീഡിയോകൾ തന്നെ ഒരു തുടക്കമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിമർശിക്കുന്നത് ഒരു തെറ്റല്ല, എന്നാൽ വിമർശനം സത്യാന്വേഷണത്തിന്റെ ഭാഗമാകണം, മുൻവിധികളുടെ ഭാഗമാകരുത്. ഖുർആൻ മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് നീതിയോടെയും സത്യസന്ധതയോടെയും കാര്യങ്ങളെ വിലയിരുത്താനാണ്. നേരും നേർവഴിയും മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാനാണ് പ്രവാചകന്മാർ വന്നത്. ആ സന്ദേശത്തെ വിലയിരുത്തുമ്പോൾ മുൻവിധികളിലൂടെയല്ല, സത്യസന്ധമായ പഠനത്തിലൂടെയാകട്ടെ നമ്മുടെ യാത്ര.